Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇന്ന് ന്യൂ ഇയറിൻ്റെ 2023 ഫസ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. ഞാൻ എടുക്കുന്നത് 2022 വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം നാട്ടിൽ 12 മണി ആയിട്ടുണ്ടാവും. ഇവിടെ ദുബൈയിൽ 10:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഏകദേശം ന്യൂ ഇയർ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിന്. അപ്പോൾ ഇവിടെ ദുബൈയിൽ ഇനിയും ന്യൂ ഇയർ ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് വരുന്ന 2 കമൻറ്റോ 3 കമൻറ്റ് ആയാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇൻട്രോയിലെ കണ്ട മാതിരി തന്നെ ആപ്പിൾ ലോഗോ വരുന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈക്കും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നേരം. അപ്പോൾ ഗൈസ്, ഇതാണ് സ്മാർട്ട് വാച്ച് ആപ്പിൾ സീരീസ് 8 അൾട്രൻ്റെ മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം എന്താ സംഭവം ഉള്ളതെന്ന്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ആപ്പിൾ വാറണ്ടി നോൺ ആക്റ്റീവ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. അതിന് മുന്നേ അതേപോലെ ടൈറ്റാനിയം കേസ്, ഗ്രീൻ ആൽപിൻ ലൂപ്പ് 49mm എന്നുള്ള ആൽപിൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമായിരിക്കും, ഒരു മറ്റേ ലൂപ്പ് ടൈപ്പുള്ള ഒരു സാധനമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് പൊളിച്ച് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ പൊളിക്കുന്നത് ബ്ലാക്ക് കളർ കേട്ടോ. 2 കളർ വരുന്നുണ്ട് ഇതിൽ, ബ്ലാക്കും ഓറഞ്ചും. അപ്പോൾ രണ്ടിലും ഒരു ബ്ലാക്ക് നമ്മൾ ഇത് ഫസ്റ്റ് പൊളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ലോഗോ വരുന്ന വാച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനായിട്ട് നല്ല അടിപൊളി ഒരു യൂസർ മാനുവൽ അല്ല ഇത് സ്ട്രാപ്പ് ഇടുന്ന മാനുവൽ കേട്ടോ. സ്ട്രാപ്പ് എങ്ങനെ ഇടലെന്ന് കാണിച്ചു തരുന്ന മാനുവലാണ്, യൂസർ മാനുവൽ കേട്ടോ. കാണുന്നുണ്ടോ? സ്ട്രാപ്പ് ഇടൽ എങ്ങനെയെന്ന് കാണിച്ചു തരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് സ്ട്രാപ്പിൻ്റെ. ഐ വാച്ച് സീരീസ് 8 അൾട്രയിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. ഐ വാച്ച് സീരീസ് 8 അൾട്ര മാക്സ് നമ്മൾ കണ്ടതാണ് ഇവിടെ അൾട്ര. ഇതാ അതിൻ്റെ ഉള്ളിലൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൻ്റെ കേട്ടോ. ഞാൻ പറഞ്ഞെങ്കില്ല ഇങ്ങനത്തെ സ്ട്രാപ്പായിരിക്കും ഒന്ന് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇത് നോക്കി നോക്കാം നമുക്ക് വാച്ച് ഒന്ന് ബോക്സ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അതാ ബോക്സ് ആപ്പിളിൻ്റെ സീരീസ് 8 അൾട്രൻ്റെ അതേപോലത്തെ ബോക്സ് തന്നെ കേട്ടോ. ബോക്സിലൊന്നും മാറ്റമില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് ചാർജിങ്, വയർലെസ് ചാർജിങ് ഇതാ ഡിസൈൻ ബൈ വാച്ച് ഇൻ ചൈന എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വയർലെസ് ചാർജറാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വാച്ച് മാത്രം തന്നെ കേട്ടോ. ലുക്കെല്ലാം അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്നുണ്ടോ? 49mm ടൈറ്റാനിയം സെറാമിക് കേസ്, ഷാർപ്പിയർ ക്രിസ്റ്റൽ, GPS LTE, പിന്നെ 100 മീറ്റർ ഡൈവ്, 40 മീറ്റർ ഡൈവ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് എന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആരും വെള്ളത്തിലൊന്നും ഇടാൻ നിൽക്കണ്ട. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം, എന്നിട്ട് സ്ട്രാപ്പ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് കൊതി പോകുന്നില്ല. ഇതൊന്ന് ഓണാക്കിയിട്ട് ഇതിൻ്റെ ലോഗോ വരുന്നോ എന്നിട്ട് വേണോ നിങ്ങൾ പറയാൻ കാര്യങ്ങൾ. അല്ല ലോഗോ വരുമ്പോൾ ഏതാ സൗണ്ട് വരുന്നത് നോക്കാമല്ലോ നമുക്ക്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ലോഗോ വന്ന് ഇതാണ് വാൾപേപ്പർ വരുന്നത് കേട്ടോ. ഇത് ഇവിടെ തൊടുമ്പോൾ മാറണം. ആഹാ, ഇതാ ഇവിടെ ആപ്പിളിൻ്റെ കളറ് മാറുന്നുണ്ട് കേട്ടോ. ഇടത്താൽ ഇതാ അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെ പറയാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വാൾപേപ്പേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഇത് നമ്മൾ iOS 16 വന്ന ആ ഫ്യൂച്ചറുള്ള ഒരു വാൾപേപ്പർ ഒന്ന് കാണുന്നുണ്ട്. നല്ലുണ്ട്, കുഴപ്പമില്ല കേട്ടോ. വാൾപേപ്പേഴ്സ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിൽ കളർ മാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിൽ കാണുന്നില്ല. നമുക്ക് കുറച്ചേരം വെച്ച് നോക്കാം ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടോന്ന്. ഓക്കെ, ഉണ്ട് കേട്ടോ. ആൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് പകരം ഒരു വേറെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല, ആൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് പകരം വേറെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിട്ട് ഇതിൻ്റെ സ്ട്രാപ്പ് ഇട്ട് നോക്കാൻ പറ്റും എങ്ങനെയാണ് ലുക്ക് ഉണ്ടോന്ന്, കൈക്ക് കെട്ടിട്ടാകുമ്പോൾ ലുക്ക് ഉണ്ടോന്ന്. അപ്പോൾ ലോഗോ ഓൺ ആക്കുമ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഓഫ് ആക്കുമ്പോൾ കൂടി ലോഗോ വരുന്നോന്നൊന്ന് കാണണമല്ലോ നമുക്ക്. പിന്നെ അതേപോലെ തന്നെ റിംഗ് ട്യൂണൊന്നും മതിയല്ല കേട്ടോ. ഈ ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ ലോഗോ വരുന്നതിന് മാത്രം റേറ്റ് കൂടുതലാണ്. എന്താ പറഞ്ഞാൽ ഇതിനായിട്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കുറേ കണ്ടിന്, ഞാൻ കുറേ വിറ്റതാണ്. ബട്ട് ഇത് ലോഗോ വരുന്നതിന് മാത്രമായിട്ട് വലിയ പ്രൈസാണ്. 125 ദിറംസാണ് കേട്ടോ. ഇനി ഒരു വാച്ചിന് ഒരു സ്ട്രാപ്പാണ് വരുന്നതിന് 125 ദിറംസ്. ഇതിന് വെറുത്തൊന്നും നമുക്ക് തോന്നുന്നില്ല. വെറും ഒരു ലോഗോ അത് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം അമ്മ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് പറഞ്ഞാൽ ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓനൊക്കെ കാണിച്ചു കൊടുക്കണം. ഇത് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് ഇതിൽ ലോഗോ വരുന്നുണ്ട് എന്നിട്ടിങ്ങനെ നെക്കിയിട്ട് ഓഫ് ആക്കണം. അപ്പോഴാണ് ഇത് ലോഗോ വന്നിട്ട് നമ്മൾ കാണുന്നവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം വിളിച്ചിട്ട് ആപ്പിളിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സൗണ്ട് കേട്ടാൽ പറയും അപ്പം മനസ്സിലാവും ചാത്തനാണ്. അപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും ആരും നിൽക്കണ്ട. മേടിച്ചത് നമ്മളെ സാധനമാണ്, നമ്മൾക്ക് മാത്രം കെട്ടിട്ട് നടക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ലോഗോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല.
ഞാൻ ഈ നാട്ടിൽ ഒന്നും കൂടി നല്ലത് ഏതെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ് 125 ദിറംസിന്റെ T93 അൾട്രാ മാക്സ് കേട്ടോ. T93 അൾട്രാ മാക്സ് മറ്റേ ഹൈനോടെക്കോന്റെ സാധനമാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ട്. ആ വീഡിയോ ഞാൻ ഇതിന്റെ താല് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടോ കേട്ടോ. അത് നല്ല സാധനമാണ്, ഇതിലും നല്ല സാധനമാണ്. ഇതിന്റെ അപ്പുറം ഒരു സ്ട്രാപ്പാണ് വരുന്നത്, അതിന്റെ അപ്പുറം 3 സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള അതേ സംഭവങ്ങളെല്ലാം അതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ട്രാപ്പ് അയക്കുന്ന സ്വിച്ച്, പിന്നെ അതേപോലെ തന്നെ ഈ സ്ക്രൂകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഓറഞ്ച് അൺബോക്സ് ചെയ്യാം. ഇതിൽ തന്നെ ഇരിക്കട്ടെ, ഓറഞ്ച് അൺബോക്സ് ചെയ്യാം. ഇത് ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയട്ടോ. അതാ കാണണ്ട കിട്ടേടാ. അടുത്തത് ഏതെന്ന് പറഞ്ഞാൽ ഇതാ ഫോട്ടോ. അടുത്തത് ഗായ്സ് ഇതാ ഓറഞ്ച് കളറാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. ഓറഞ്ച് കളറിന്റെ ബോക്സ് പൊളിക്കുന്നുണ്ട്. ഇതിലും പറ്റിപ്പുണ്ട് കേട്ടോ. ഇത് യൂസർ മാനുവൽ കൊടുത്തത് ഇതാ, ഇതിൽ കൊടുത്ത യൂസർ മാനുവൽ കൊടുത്തത് 2 മാറ്റം ഉണ്ട് കേട്ടോ. ഇതില് മറ്റേ യൂസർ മാനുവലിൽ എല്ലാം ഉണ്ട് കേട്ടോ. അതിലൊന്നുമില്ല. ഇതിൽ യൂസർ മാനുവലിൽ എങ്ങനെ കണക്ട് ചെയ്യേണ്ട ആപ്ലിക്കേഷന് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേതിൽ അതൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് അത് വാച്ചിൽ തന്നെ നമ്മളെ ഇത് സാധനം ഉണ്ട് കേട്ടോ. സ്കാൻ ആക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഏതാ സ്കാൻ ആക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ട്രാപ്പ് ഇടാനുള്ള ബോക്സ് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കൊടുത്തിട്ടില്ല കഴിഞ്ഞിട്ടോ. ഓക്കെ, ഇതാണ് സ്ട്രാപ്പ് വരുന്നത്. സ്ട്രാപ്പ് ക്വാളിറ്റി അത്ര ഹെവി ആയിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. സ്ട്രാപ്പ് ക്വാളിറ്റി ഇതിലും നല്ല സ്ട്രാപ്പ് ക്വാളിറ്റിയാണ് മറ്റേതിൽ വരുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ട് ഒന്ന് കണ്ടോക്ക്. നല്ല അടിപൊളി സാധനമാണ് അത്. അതിൻ്റെ കോൾ വരുമ്പോൾ നമുക്ക് റിംഗ് ടൂൺ വരുന്നത് ആപ്പിളിൻ്റെ റിംഗ് ടൂൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും സ്ട്രാപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കെട്ടി നോക്കാം കേട്ടോ. ഇതിൽ സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാം എഴുതിയിട്ടെല്ലാം ഉണ്ട്. ഇവിടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട് 4. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആപ്പിളിൻ്റെ അതേപോലെ തന്നെ ഇത് മറ്റേ സ്ട്രാപ്പ് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ എന്തായാലും സ്ട്രാപ്പ് ഊരിപ്പോന്നുള്ള പേടി പോവും. ഓക്കെ, ഇതും കൂടി കെട്ടി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ 2-3 ചങ്കൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ആക്കലുണ്ട്. ആപ്പിളിൻ്റെ ലോഗോ ഉള്ള വാച്ച് വന്നു പോകുന്നത് ചങ്കള വേഗം വന്നിട്ട് ഓർഡർ ആക്കിയിട്ട് മേടിച്ചോ. എന്താ പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് ലോഗോ വരുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇത് മേടിച്ചോ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ആ താല് മറ്റേ എന്തിൽ ഇട്ടിട്ടുണ്ടാവും പറഞ്ഞ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഏത് മറ്റേ T93 അൾട്രാ മാക്സിൻ്റെ. അപ്പോൾ അത് പോയിട്ട് ഒന്ന് കണ്ടു നോക്കും. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഗൈസ് ഇതിലും അത്ര തന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വയർലെസ് ചാർജിങ് വെച്ച് നോക്കാം, ഇതെങ്ങനെ വയർലെസ് ചാർജിങ് ആണ്. ഓക്കെ ഗൈസ്, നമ്മൾ ചാർജിന് വെക്കുന്നുണ്ട്. മാഗ്നറ്റ് ചാർജറാണ്. ചാർജ് ആകുന്നുണ്ടോന്നൊന്ന് നോക്കാം. ചാർജറാകുന്നുണ്ട് കേട്ടോ. ഇതും ലുക്ക് അതിൽ തന്നെ കേട്ടോ. ചാർജ് ആകുന്നത് കാണുന്നതും ലുക്ക് അതിൽ തന്നെ. പിന്നെ അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ലോഗോ കേട്ടോ. ഈ സാധനം ഉണ്ട് കേട്ടോ. ഇത് വേറെ വാൾപേപ്പർ ആണല്ലോ. ഇതിൽ വേറെ വാൾപേപ്പേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ലോഗോ വരുന്ന വാച്ച് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ 2 എണ്ണത്തിൽ ഇത് വേറെ സാധനമാണ് കേട്ടോ. ലോഗോ വരുന്ന ഇത് വേറെ പ്രോഡക്റ്റ് ആണ്, ഇത് വേറെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ക്വാളിറ്റി ഇതായിട്ട് തോന്നുന്നുണ്ട്. നല്ല ലുക്കെല്ലാം ഉണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിനാട്ടി കുറച്ചും കൂടി ലുക്ക് കാണുന്നത് ഇതാണ്. ഈ ബ്ലാക്കിനാട്ടി ലുക്ക് കാണുന്നത് ഈ ഓറഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ബ്ലാക്ക് മേടിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഓറഞ്ച് മേടിച്ചോളി കേട്ടോ. ലോഗോ ഉള്ള സാധനം മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓറഞ്ച് മേടിച്ചോളി, നല്ലതുണ്ട്. ഇതിൽ വാൾപേപ്പേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കളറെല്ലാം മാറെല്ലാം നോക്കുക. നല്ല അടിപൊളിയായിട്ട് കളറെല്ലാം മാറുന്നുണ്ട്. പിന്നെ മെനു സ്റ്റൈലെല്ലാം നോക്കാം നമുക്ക്. മെനു സ്റ്റൈലെല്ലാം നമ്മളെ മറ്റേ നോർമൽ വാച്ചിൻ്റെ സെയിം തന്നെ, മാറ്റമൊന്നുമില്ല കേട്ടോ. ഇത് ലോഗോ വരുന്നത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഓഫാന്ന് ഓണാകുന്ന ടൈമിന് ലോഗോന് വേണ്ടിയിട്ട് മേടിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്, ഇനി എന്താണ് അൺബോക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ആ സാധനം എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് എന്നോട് ഈ യൂട്യൂബിൻ്റെ മലയാളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ആരും കാണുന്നില്ലാന്ന്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫുള്ള് സപ്പോർട്ട് ആക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ചെറിയ ചാനലിനെ വളർത്തേണ്ടത് നിങ്ങളെ കടമയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ചാനലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചാനലാണ്. അപ്പോൾ എന്താക്ക്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.